2013 അച്ചൻകോവിൽ ഗിരിവർഗ കോളനിയിൽ കുഞ്ഞാറ്റ എന്ന 2 വയസ്സുകാരിയെ മാതൃഭൂമി ന്യൂസ് കണ്ടുമുട്ടുന്നത്. ഈ കുഞ്ഞിന് കാഴ്ചശക്തിയില്ലെന്നും ചികിത്സിച്ചാൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്നും മാതാപിതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പക്ഷേ ചികിത്സിക്കാൻ അവർക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. മാതൃഭൂമി ന്യൂസ് വാർത്ത കണ്ട് ഒരുപറ്റം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കുഞ്ഞാറ്റയുടെ കാഴ്ചശക്തി വീണ്ടെടുത്തു. കുഞ്ഞാറ്റ ഇപ്പോൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ സ്കൂളിലേക്ക് കുഞ്ഞാറ്റ കടന്നു വന്നു. പ്രവേശനോത്സവത്തിലൊക്കെ നന്നായി പങ്കെടുത്തു. പൂമാലയിട്ട് സ്വീകരിച്ചു. കൂട്ടുകാർ സ്വീകരിച്ചിരുത്തി. കുഞ്ഞാറ്റ ഇന്നലെ പടം വരയ്ക്കാൻ വിളിച്ചപ്പോൾ നന്നായിട്ട് വരച്ചു, പാട്ട് പാടിക്കൊടുത്തു. എല്ലാ കുട്ടികളെക്കാളും മുന്നേ കുഞ്ഞാറ്റയാണ് പഠിച്ചത്. നല്ല കഴിവുള്ള കുട്ടിയാണ്, മിടുക്കിയാണ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയെ ആശുപത്രിയിൽ എത്തിച്ച് കണ്ണിന് കാഴ്ചശക്തി വീണ്ടെടുത്തത് സുധീർ മലയിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ്. കുഞ്ഞാറ്റയ്ക്ക് പഠനത്തിനാവശ്യമായ സഹായങ്ങളും സുധീർ ചെയ്തു കൊടുക്കുന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് അധ്യാപകർ പോലും പറയുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെൻറ്റുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി അടിയന്തരമായി ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു നൽകുവാൻ ഉള്ള ഒരു മനസാന്നിധ്യം ഈ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അവർക്ക് വാഹനങ്ങളിൽ എത്തിച്ചേർന്ന് ഇവിടെ വന്ന് പഠിക്കുവാനുള്ളൊരു സൗകര്യമൊരുക്കണം. അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവരുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിക്കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇടപെടണം. ചെമ്പനരുവി സെന്റ് പോൾസ് MSc LPSലാണ് കുഞ്ഞാറ്റ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 20 ആദിവാസി കുട്ടികളും ഈ വർഷം ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്.